സ്കോളർഷിപ്പ് 50% ഉള്ളതുകൊണ്ടാണ് ട്യൂഷൻ ഫീ കുറഞ്ഞത്. ദിസ് ബുക്ക് ഇതിൽ എനിക്ക് പറ്റുന്ന റീസെർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. അക്കോമഡേഷന്റെ റീസെർച്ചും സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ലേറ്റ് ആണ്. ലോ റേറ്റ്സിൽ കിട്ടുന്ന ലൈക്ക് യുണൈറ്റ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ സൈറ്റ്സ് ഉണ്ട്, അതൊക്കെ ക്ലോസ് ആയി. 2024 സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള റൂംസ് ആർ ഓൾ ബുക്ക്ഡ് ഇൻ യുണൈറ്റ് സ്റ്റുഡൻസ്. ഇപ്പൊ ഞാൻ ആംബർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ചെക്ക് ചെയ്തു. പിന്നെ സ്പെയർ റൂംസ് എന്ന് പറഞ്ഞൊരു ഇതിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സ്പെയർ റൂംസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് അക്കോമഡേഷൻ മാത്രമല്ല, ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് ഷെയർ ആയിരിക്കും. അപ്പൊ അവിടെ കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഒന്നുകൂടി കോഷ്യസ് ആയിരിക്കണം. ആംബർ പോലത്തെ സൈറ്റ്സുകൾ എന്ന് പറയുമ്പോൾ അത് സ്റ്റുഡന്റ് അക്കോമഡേഷൻ ആണ്. ഇപ്പൊ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിരിക്കും. നമുക്ക് അത്ര ടെൻഷൻ ഇല്ല. അതിന്റെ റീസെർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അക്കോമഡേഷൻസ് തപ്പി ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയുണ്ട്. ലൈക്ക് നമ്മളിപ്പോ നാട്ടിലാ, UK അക്കോമഡേഷൻ തപ്പണം. അത് ക്രെഡിബിൾ ആണോ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, സ്റ്റുഡന്റ് അക്കോമഡേഷൻ എടുക്കണോ, പ്രൈവറ്റ് എടുക്കണോ? 3 ദിവസം ആയിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഇതിന്റെ ടെൻഷനായി എന്ത് ചെയ്യും.